Hello dears, welcome to Prerna, Priya's e-learning classes. This class is in fact an introduction for all those students who have taken historical tourism as their open course. In this particular class, I'll be dealing with the third module, which in fact offers a very good introduction to the whole topic as such. The third module is about tourism as an industry. So we'll be discussing regarding that in this particular class, and I'll be discussing the slides. I have in the slides point-wise all the topics which you will be learning in the third module. Okay, മൂന്നാമത്തെ മൊഡ്യൂളിലുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതൊരു ഇൻട്രഡക്ഷൻ. ദിസ് ആക്ച്വലി ഇസ് എൻ ഇൻട്രഡക്ഷൻ ടു ദ ഹോൾ ടോപ്പിക് ആസ് സച്ച്. നിങ്ങൾക്കൊരു നല്ലൊരു ഇൻട്രഡക്ഷൻ ആണ് ഇപ്പം പറയാൻ പോകുന്നത്. ടൂറിസം എന്താണ് എന്നുള്ള കാരണമാണ്. എന്താണ് നിങ്ങൾ ടൂറിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിൽ ബി ഹിയർ ഡിസ്കസിങ് ഹൂ ടൂറിസ്റ്റ് ഇസ്, വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ടൂറിസം, എങ്ങനെയാണ് ഈ പേര് വരുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു ഇൻട്രഡക്ഷൻ ആയതുകൊണ്ടാണ് തേർഡ് മൊഡ്യൂൾ ആദ്യം എടുക്കുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസ് വിൽ ബി ഡെൽറ്റ് ലേറ്റർ. അപ്പം ഈ ഒരു മൊഡ്യൂളിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ പറയുന്നത് കൊണ്ട് തന്നെ ഹിയർ ഐ വുഡ് ലൈക്ക് ടു ബിഗിൻ മൈ ക്ലാസ് ബൈ ഡിസ്റ്റിംഗ്വിഷിംഗ് ട്രാവൽ ആൻഡ് ടൂറിസം. ഓക്കെ, ട്രാവൽ ടൂറിസം അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഐ എം ഹിയർ ഗോയിങ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ട്രാവൽ ആൻഡ് ടൂറിസം. ഡിസ്റ്റിംഗ്വിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും എന്താണ്? വേറെ വേറെ എന്താണ് ട്രാവൽ? എപ്പോഴാണ് ഇതൊരു ടൂറിസം എന്ന് പറയുന്ന പേര് തന്നെ വരുന്നത്? വൈ ഡിഡ് പീപ്പിൾ ട്രാവൽ വെൻ ദേ കോൾഡ് ആസ് ടൂറിസ്റ്റ്? അപ്പോൾ ട്രാവലേഴ്സ് പണ്ട് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അവരെന്ന് മുതലാണ് ടൂറിസം എന്നുള്ളൊരു ഇൻഡസ്ട്രി റിലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്? ഈ ടൂറിസം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി, നമ്മൾ ഇന്ന് കാണുന്ന ഈ ടൂറിസം, മോഡേൺ ടൂറിസം ആസ് സച്ച്, ദ ടോപ്പിക് ദറ്റ് യു ആർ സ്റ്റഡിങ് ഇസ് നോട്ട് വെരി ഓൾഡ്. ഒരു 60-70 വർഷത്തെ പഴക്കമേ ഉള്ളൂ അതിന്. പക്ഷെ അതിന് മുമ്പേ മനുഷ്യൻ ട്രാവൽ ചെയ്തിട്ടില്ലേ? അപ്പോൾ അതാണ് നമ്മളോട് പറയാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാവൽ ആൻഡ് ടൂറിസം. ഓക്കെ, മനസ്സിലായല്ലോ? ലെറ്റ് us proceed to the next slide. ഓക്കെ, അപ്പം മിസ് ഇവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ പ്രിമിറ്റീവ് മാൻ. പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ പഴയകാല മനുഷ്യൻ. ഡിഡ് ഹി ട്രാവൽ? അവർ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹി മെയ്ഡ് ഹിസ് അപ്പിയറൻസ് on this earth 2 million years ago. ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട് 2 million years approximately. ഇനി അദ്ദേഹം എങ്ങനത്തെ ഒരു ജീവിയായിരുന്നു? ഡിഡ് ഹി ട്രാവൽ? അപ്പം നോക്കുമ്പം സിൻസ് there were no facilities, he did not travel much. കണ്ടുപിടിച്ചിട്ടില്ല ഒന്നും. അതുകൊണ്ട് തന്നെ he rarely moved out of his cave dwellings. ഗുഹകളിലാണല്ലോ താമസിച്ചിരുന്നത്. cave dwellings and hideouts. അവർ ചിലപ്പോൾ മരത്തിൻ്റെ പൊത്തുകളിലുമൊക്കെയാണ് താമസം. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ആവശ്യങ്ങൾക്ക് മാത്രമേ അവർ അവരുടെ വീട് വിട്ട് അല്ലെങ്കിൽ ഗുഹകൾ വിട്ട് പുറത്ത് പോയിട്ടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അന്ന് വന്യജീവികളും അവർക്ക് എപ്പോഴും അത്ര തരത്തിൽ ട്രാവൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ എപ്പോഴാണ് അവർ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയ അടുത്ത സ്ലൈഡിൽ നോക്കാം. ഡിസ്കവറി ഓഫ് ദ വീൽ. വീൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയാം വീൽ. അപ്പോൾ വീല് കണ്ടുപിടിച്ചത് ഒരു 10,000 ഇയേഴ്സ് ചരിത്രമേ അതിനുള്ളൂ. അപ്പോൾ വീല് കണ്ടുപിടിച്ചതിന് ശേഷം എന്താ മാറ്റം വന്നത്? മനുഷ്യൻ യാത്ര ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ യാത്ര ചെയ്യാൻ തുടങ്ങിയത്? ദേ ഫിക്സ് ദീസ് വീൽസ് ടു ദ കാർട്ട്സ് ആൻഡ് ചാരിയറ്റ്സ്. ഹോഴ്സസ് വേ യൂസ്ഡ്. അപ്പോൾ കുതിരകളെ അവർ മനസ്സിലാക്കി കുതിരകളുടെ കൂടെ ഈ വീല് വെച്ച് കുറച്ചുകൂടെ സ്പീഡിൽ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല പല ഇൻവെൻഷൻസും അവർ നടത്തുകയാണ്. ഇനി ഇത് ആണ് അവർ നടത്തുന്ന ആദ്യത്തെ ട്രാവൽ. ഈ ഒരു കാലഘട്ടം നിങ്ങൾ വായിച്ച കഥകളൊക്കെ ആലോചിച്ച് നോക്കൂ. ആരായിരിക്കും ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക? ഓൺലി ദ കിങ്സ്, അല്ലെങ്കിൽ രാജാക്കന്മാർ, നോബിൾസ്. ഇപ്പം ഈ കുതിരയൊക്കെ ഓണിരുന്ന ആൾക്കാർ, അവർക്കാണെങ്കിൽ ഇത് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ട്രാവൽ വാസ് റെസ്ട്രിക്റ്റഡ്. നോട്ട് എവ്രി വൺ കുഡ് ട്രാവൽ. ഓക്കെ, ഇത് പഴയ കാലാണ് പറയുന്നത്. ഇനി അടുത്ത സ്ലൈഡ് നോക്കാം. അപ്പം ഇവരൊക്കെ നമ്മൾ ഈ പഴയ കാലത്തെ മനുഷ്യന്മാർ, അവർ വളരെ കുറച്ച് പേരെ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അവർ എന്തിനു വേണ്ടിയിട്ടാണ് ട്രാവൽ ചെയ്തതെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു റീസൺ പറയുന്നത്, അന്നത്തെ കാലത്ത് ദേ ട്രാവൽഡ് ഇൻ സെർച്ച് ഓഫ് ഗോഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു നോ ദ കേസ് ഓഫ് സിദ്ധാർത്ഥ് ഓർ ഗൗതം ബുദ്ധ.
അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളിലൊന്നും, കൊട്ടാരത്തിൽ സാഹചര്യങ്ങളിലൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹീ വെൻറ്റ് ഔട്ട് ഇൻ സെർച്ച് ഓഫ് ഗോഡ്. ഫൈനലി ഹി ഗോട്ട് എൻലൈറ്റൻമെൻ്റ് ഒക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഒരു എക്സാമ്പിളാണ്. അങ്ങനെ അദ്ദേഹത്തിനെ പോലുള്ള സന്യാസിമാർ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ദുഷ്കരമായ രീതികളിലാണ്. നോ വെഹിക്കിൾസ്, മോസ്റ്റ് ഓഫ് ദം ട്രാവൽ ബെയർ ഫുട്ട്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ദോസ് ഹു ട്രാവൽ ടു സ്പ്രെഡ് റിലീജിയൻ. ഇപ്പോൾ റിലീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല റിലീജിയൻസ് ഉണ്ട്. അപ്പം ഏൻഷ്യൻ കാലം നോക്കാൻ നിങ്ങൾക്ക് തന്നെ സിലബസിലുണ്ട്. യു ഹാവ് ദ കേസ് ഓഫ് ഫാഹേൻ, ഹുവിൻസാങ്. ഇപ്പോൾ ചൈനയിൽ നിന്ന് വന്ന ആൾക്കാരാണ്, ബുദ്ധിസത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ വേണ്ടിയിട്ട് ദോസ് ഹു വാണ്ടഡ് ടു സ്പ്രെഡ്, ദോസ് ഹു വാണ്ടഡ് ടു കളക്ട് നോളജ് അബൌട്ട് ബുദ്ധിസം. അപ്പം ബുദ്ധിസം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൈനയിലാണ് പിന്നെ അത് കുറേ സ്പ്രെഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവരെ കൊണ്ടാണ് ഇത് പോസിബിൾ ആവുന്നത്. Then there were people who travel in the quest of knowledge. Okay, അപ്പം ഫോർ എക്സാമ്പിൾ ശങ്കരാചാര്യ നമ്മളറിയാം, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ശങ്കരാചാര്യ ഹു ട്രാവൽഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ. ധാംസ് സ്ഥാപിച്ചു, ലൈക്ക് ദ്വാരക, പുരി, അങ്ങനെയൊക്കെ ധാം, 4 ധാം വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിന്ദുസ് ആസ് ദെയർ പിൽഗ്രിം സെൻറ്റേഴ്സ്. അപ്പോൾ അദ്ദേഹം ജ്ഞാനം നേടാൻ വേണ്ടി ട്രാവൽ ചെയ്തു. പിന്നെ നാലാമത്തെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു എക്സാമ്പിൾ മാത്രമാണ് മിസ് പറയുന്നത്. നാലാമത്തെ പറയുകയാണെങ്കിൽ ദോസ് ഹു ട്രാവൽ ടു കോൺകർ പ്ലേസസ്. ഫോർ എക്സാമ്പിൾ അലക്സാണ്ടർ, ഹി വോണ്ടഡ് ടു എക്സ്പാൻഡ് ഹിസ് എംപയർ. അപ്പോൾ അദ്ദേഹം ട്രാവൽ ചെയ്തത് അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഹി ക്യാരീഡ് ഇൻഫാക്ട് എ ഹോൾ ലോട്ട് ഓഫ് പീപ്പിൾ വിത്ത് ഹിം. ദെയർ വെയർ റൈറ്റേഴ്സ്, ദെയർ വെയർ ഹിസ് വൈഫ്സ്, അദ്ദേഹത്തിൻ്റെ സ്ലേവ്സ്, ഓക്കെ, ഓൾ ട്രാവൽഡ്. ഓക്കെ, അവർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ, രസകരമായൊരു ഒരു വിവരണമുണ്ട്. ഹിസ്റ്റോറിയൻ ഹു അക്കംപനീഡ് അലക്സാണ്ടർ റോഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഇന്ത്യ ദാറ്റ് ഇന്ത്യൻസ് ഗ്രൂ വുൾ ഓൺ ട്രീസ്. ഓക്കെ, അതെന്തായിരിക്കും? കോട്ടൺ. കാരണം അവരുടെ നാട്ടിൽ ദേ കളക്റ്റഡ് വുൾ ഫ്രം ആനിമൽസ്, ഷീപ്പ്. പക്ഷേ ഇവിടെ ഉടുത്തിരിക്കുന്നത് കോട്ടൺ എന്ന് പറയുന്നത് അവർ കാണുന്ന മരത്തിന്മേലെയാണ്. അപ്പോൾ അദ്ദേഹം എഴുതി വെച്ചു, ഇന്ത്യൻസ് ഗ്രൂ വുൾ ഓൺ ട്രീസ്. They wrote about India's caste system. എങ്ങനെ ഹിന്ദുസത്തിൽ തന്നെ പലതരത്തിലുള്ള കാസ്റ്റ് ഉണ്ടായിരുന്നു. How there was, how there are a lot of differences. How a particular caste was venerated much and they were the Brahmins. അങ്ങനത്തെ പല കാര്യങ്ങളും അവർ എഴുതി വെച്ചു. ഓക്കെ, അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായത് അവർ എഴുതി വെച്ചതുകൊണ്ടാണ്. പിന്നെ ലാസ്റ്റ് പോയിന്റായിട്ട് ഇവിടെ കൂടുതൽ ട്രാവൽ ടു എക്സ്ചേഞ്ച് കമോഡിറ്റീസ്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ പല മസ്ലിൻ, സിൽക്ക്, പല കാര്യങ്ങൾക്കും ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതേപോലെ ചൈനയിൽ നിന്ന് ഇന്ത്യ പല കാര്യങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്ത് കമോഡിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം സിൽക്ക് പാത്ത് എന്നുള്ളത്, സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയുമുള്ള വളരെ ദൃഢമായ ട്രേഡ് ബന്ധത്തിൻ്റെ തെളിവാണ്. അപ്പോൾ ഇതൊക്കെയാണ് പഴയകാല മനുഷ്യൻ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദീസ് വെർ ദ റീസൺസ്. നെക്സ്റ്റ് സ്ലൈഡ് പോവാം. അപ്പം പിന്നെ എപ്പോഴാണ് ഈ മോഡേൺ ടൂറിസമായി മാറിയത്? എപ്പോഴാണ് നമ്മളിന്ന് പറയുന്ന ഒരു മോഡേൺ ടൂറിസം ആസ് എൻ ഇൻഡസ്ട്രി വിച്ച് ഇസ് സോ പ്രോസ്പെക്റ്റീവ്? വെൻ ഡിഡ് ഇറ്റ് ഇമർജ്? അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ യു കനോട്ട് ഇൻ ഫാക്ട് ട്രേസ് ദ ഒറിജിൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ടു മോർ ദൻ 60-70 ഇയേഴ്സ്. 60-70 കൊല്ലത്തെ ചരിത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പേയൊക്കെ നമുക്കൊരു ഇൻഡസ്ട്രി എന്നൊരു സംഭവം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ എന്താ മാറ്റം കാണുന്നത്? ദ വേൾഡ് ഹാസ് ബിക്കം വെരി സ്മോൾ. ഓക്കെ, ഒരു ചെറിയൊരു യൂണിറ്റായി മാറി ഗ്ലോബ് ആസ് സച്ച്, ബിക്കോസ് പീപ്പിൾ കുഡ് ട്രാവൽ. എവ്രി പ്ലേസ് ഓൺ ദ എർത്ത് ഇസ് നോൺ ടു അസ് നൗ. എല്ലാ അന്റാർട്ടിക്ക, എല്ലാ പ്രദേശങ്ങളും മനുഷ്യൻ പോയിട്ടുണ്ട്, മനുഷ്യന്മാർ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാവൽ ഹാസ് ഇൻ ഫാക്ട് ബിക്കം ടൂറിസം ഇൻ ദ മോഡേൺ സെൻസ്. ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കാം. അപ്പോൾ ഇതിനൊരു വെറുതെ ഒരു ഇമേജ് കൊടുത്തിട്ടാണ്. ലൈക്ക് യു ഹാവ് ദ ഗ്ലോബ് ഹിയർ. ഒരാൾ ട്രാവൽ, മോഡേൺ ടൂറിസ്റ്റ് എന്ന് പറയുമ്പം ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ട് ഇമേജ് കൊടുത്തതാണ്. അടുത്തത്, ലെറ്റ് us now discuss the etymology of the word tourism or tourist. Etymology എന്നത് അതിൻ്റെ ഓറിജിൻ, റൂട്ട് എവിടെ നിന്നാണ്, ഓറിജിൻ ഓഫ് എ പെർട്ടിക്കുലർ വേർഡ് tourism. അപ്പോൾ അതിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് 1772 യൂസ് ചെയ്യുന്നത്. ടൂറിസം ഇൻ 1811 യൂസ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഈ ടൂർ എന്ന് പറയും? നമ്മളിപ്പോൾ ടൂർ എന്ന് പറയും, പ്രൊനൗൺസ് ആസ് ടൂർ. കുറേ പേര് അങ്ങനെയും പറയും. അപ്പം നമ്മൾ ഈ ഒരു പദം എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ ഓറിജിൻ, എറ്റിമോളജി എന്ന് പറയുമ്പോൾ ഇറ്റ് കംസ് ഫ്രം ദ ഇംഗ്ലീഷ് വേർഡ് ടൂറിയൻ, ഫ്രഞ്ച് വേർഡ് ടോണർ, ലാറ്റിൻ വേർഡ് ടൊണേർ, ടു ടേൺ ഓൺ എ ലേത്ത്.
To turn on a lathe എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെഷീൻ്റെ ഉള്ള സംഭവം ഫിസിക്സുള്ള ലെയ്ത്ത്. അപ്പം അത് മൂവ് ചെയ്യുക എന്നുള്ളത് ടു ടേൺ ഓൺ എ ലെയ്ത്ത് എന്നുള്ള മീനിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു ഗ്രീക്ക് വേർഡ് ടോണോസ് ഇസ് ലെയ്ത്ത്. അപ്പം ഇത്തരത്തിൽ ടോണോസ് എന്ന പദമാണ് മാറി 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 എന്താകുന്നത് ടൂർ ആവുന്നത്. ആൻഡ് യു ഹാവ് ടൂറിസം ഡിറൈവിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് എ എറ്റിമോളജി അല്ലെങ്കിൽ ഓറിജിൻ. ഓക്കെ, ഇനി ഈ ടൂറിസം ഇൻഡസ്ട്രി പെട്ടെന്ന് ഇപ്പോൾ ഒരു 60-70 ചരിത്രം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? യു ക്യാൻ റിയലി ഫോക്കസ് ഹിയർ ഓൺ സർട്ടൻ റീസൺസ്. പ്രോമിനൻറ്റ് ബീയിങ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ മെഷീൻസ് വളരെയധികം ഉപയോഗിക്കുന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന സംഭവം യൂറോപ്പിൽ ഉണ്ടാകുന്നു. യു കുഡ് സീ മാനുവൽ പവർ ഗെറ്റിംഗ് റീപ്ലേസ്ഡ് ബൈ മെഷീൻസ്. സോ അപ്പം പ്രൊഡക്ടിവിറ്റി ബിക്കെയിം മോർ മെനി ഫോൾഡ്. So that resulted in a situation where they wanted better transportation facilities, and which led to a lot of inventions in the realm of transportation. അത് ഏതൊക്കെയാണ്? steamships, railways, airplanes. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ട്രാവൽ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി ആക്കി മാറ്റാൻ സഹായിച്ചിട്ടുള്ളത് ജെറ്റ് റെവല്യൂഷൻ or airplane jet revolution എന്ന് പറയുന്നത്. അതായത് I discuss this point where you can see today, this morning, if you're having breakfast at Karipur, for your lunch you can have in Dubai, next day you can have in the US. ആ ഒരു സാഹചര്യത്തിലേക്ക് വേൾഡ് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കും ഫാസ്റ്റായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ കൂടെയാണ്. ഹൗ പീപ്പിൾ. പിന്നെ നിങ്ങൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഓർക്കേണ്ടത് എന്താ വെച്ചാൽ, നേരത്തെ സാധി ഫസ്റ്റ് പറയുന്നത് ഓൺലി ദ റിച്ച് ട്രാവൽ, ബട്ട് ഇൻ ദ മോഡേൺ കോണ്ടെക്സ്റ്റ് എനിബഡി ക്യാൻ ട്രാവൽ എന്ന് പറയുന്നത് ബിക്കെയിം ഒരു ഡെമോക്രറ്റിക്, അല്ലെങ്കിൽ ഇറ്റ് ബിക്കെയിം സംതിങ് വിച്ച് ഇസ് അഫോർഡബിൾ ടു common people. That is how you should really distinguish travel from tourism. Okay. ഇനി ഈ ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ടൂർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് മനസ്സിലുള്ളത്? പ്ലഷർ. Okay, you're traveling for happiness because you want to move away from your domicile. You want to at least move 2 or 3 days. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ക്രേവിങ് പോലെ എടുക്കുന്നത്, ആർക്കും ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ യു വോണ്ട് ട്രാവൽ ഔട്ട്. ഓക്കെ, അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹോളിഡേ എപ്പോഴുണ്ടാവുക? when you are in a relaxed mode, and that is when you mainly travel. അപ്പോൾ ഈ വേർഡ് ഹോളിഡേ ഓൾസോ ഹാസ് an origin. അതിൻ്റെ എറ്റിമോളജി നോക്കുവാണെങ്കിൽ it comes from the old English word halig. Halig means holy, പവിത്രം, and deg is day. For example, I can say how in Europe, how people associated holy day with religious observances. Okay, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടാകുമ്പോൾ റിലീജിയസ് ഗ്യാതറിംഗ് വരുന്ന സമയത്ത് എല്ലാവരും കൂടെ മെറി മേക്കിംഗ്, ഫൺ, അങ്ങനെ നല്ല രസകരം. പിന്നെ കുറച്ചങ്ങോട്ടേക്ക് കിട്ടുമ്പോൾ അതിന് ചെറുതായിട്ടും ട്രാവലിന് പോവുക എന്നുള്ളൊരു അതാണ് ഹോളി ഡേ, വിച്ച് നൗ വി കോൾ ആസ് ഹോളിഡേ. ഓക്കെ, ഹോളി എന്നുള്ളതാണ് ഹോളി വരുന്നത്. ഓക്കെ, ഹോളിഡേ. Okay, relaxation mainly away from the usual routine work. Okay, ഇനി നമുക്ക് എങ്ങനെ ഒരു ടൂറിസം എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ what kind of people they comprise this particular industry? ആരാണ് ഈ ഒരു ടൂറിസം എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നത്? People traveling for pleasure or on business, staying in hotels and spending their hard-earned money. ഓർക്കണം, spending their hard-earned money at places where they do not normally reside or make a living. ഇപ്പം ഞാൻ കോഴിക്കോടാണെങ്കിൽ ഞാൻ തീർച്ചയായും കോഴിക്കോട് നിന്ന് പോയിരിക്കണം. അതാണ് എൻ്റെ പ്ലേസ് ഓഫ് റെസിഡൻസ് ഞാൻ മാറുകയാണ്. പിന്നെ ഞാൻ എൻ്റെ ഹാർഡ്-ഏർൺഡായ മണി ഞാൻ വേറൊരു ഹോട്ടലിൽ പോയിട്ട് സ്പെൻഡ് ചെയ്യണം. അവിടുത്തെ ഒരാൾക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടാകണം. പേഴ്സൺ ഹു റൺസ് എ റെസ്റ്റോറൻറ്റ് ഓർ ഹോട്ടൽ ഷുഡ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അതാണ്. അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് പ്ലഷർ ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം എന്നുള്ളത്. പിന്നെ ഇതൊരു ന്യൂ ഇക്കണോമിക് ഫിനോമിന. ദിസ് ഇസ് സംതിങ് വിച്ച് ഐ ടോൾഡ് യു വി കാൻ ട്രേസ് എ ഹിസ്റ്ററി മോർ ദൻ 60-70 years. ഒരു ന്യൂ ബിസിനസ്, എ ന്യൂ ഇൻഡസ്ട്രി വിച്ച് ഇസ് ഓഫ് വെരി വാസ്റ്റ് ഡയമെൻഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻ ഈ ഇൻഡസ്ട്രീൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പോവുകയാണ് വിചാരിക്കുക, ഇഫ് ഐ ട്രാവൽ ടു എനി അതർ പാർട്ട് ഓഫ് ദ വേൾഡ്, വാട്ട് ഐ ഡു ഇസ് ഐ സ്പെൻഡ് മൈ മണി ദെയർ.
which in fact will help the people there. Okay, അപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിക്കാം. നിങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആലോചിക്കാം. സപ്പോസ് എ ഫോറിനർ കംസ് ടു യുവർ പ്ലേസ്, ഡെഫിനറ്റ്ലി ഹീൽ സ്റ്റേ ഇൻ എ ഹോട്ടൽ. അപ്പോൾ അത് ആ ഹോട്ടൽ റൺ ചെയ്യുന്ന ആൾക്ക് ഗുണമായി, അവിടുത്തെ എല്ലാ സ്റ്റാഫിനും ഗുണമായി, പിന്നെ ഗൈഡ്സ് ഉണ്ട് അവർക്ക് ഗുണമാവുന്നു, പിന്നെ അത് ഫുഡ് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഗുണമാവുന്നു, ഒരു ഹോം സ്റ്റേയിലാണ് ഇങ്ങനെ താമസിക്കുന്നതെങ്കിൽ ആ വീട് നടത്തുന്നവർക്ക് അതൊരു ഇൻകം ആവുന്നു. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ട്രെമെൻഡസ്ലി helps the local population as far as their employment is concerned. So you have to know this becomes a major employment generator. What tourism? The employment, തൊഴിൽ സാധ്യത വളരെ അധികമാണ്. നമുക്ക് തന്നെ പല വലിയ വീടൊക്കെ ആണെങ്കിൽ ശരിക്കും നല്ലൊരു മൈൻഡ് ഉണ്ടെങ്കിൽ യു കൻ തിങ്ക് ഒരു ഭാഗം ഐ തിങ്ക് ഓഫ് മേക്കിംഗ് ദ ഹോം സ്റ്റേ, ഐ സ്റ്റാർട്ട് എ ബിസിനസ്. കാരണം ഹോം മെയ്ഡ് ഫുഡ് പീപ്പിൾ ജസ്റ്റ് ക്രേവ് ഫോർ ദാറ്റ്, പീപ്പിൾ ഹു ഹാവ് ഇൻട്രസ്റ്റ് ഫോർ ദാറ്റ്. സോ ദാറ്റ് കെൻ ബി ഡൺ. അടുത്ത സ്ലൈഡ് നോക്കാം. ഇനി ടൂറിസം എന്ന് പറയുന്ന ഇൻഡസ്ട്രി എന്തുകൊണ്ടാണ് ഇതിനൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഇസ് എ സ്മോക്ക്ലെസ് ഇൻഡസ്ട്രി. Okay, without chimneys, any industry factory will have chimneys, പക്ഷേ ഇത് ചിമ്നി ഇല്ല. നമ്മൾ പറയുന്നത് ഉദ്ദേശിക്കുന്നത് പൊല്യൂഷൻ കുറവാണെന്നുള്ളതാണ്, പക്ഷേ പൊല്യൂഷനൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. എസ്പെഷ്യലി വിത്ത് മാസ് ടൂറിസം പൊല്യൂഷൻ ഡെഫിനറ്റ്ലി ഈസ് ദെയർ. പിന്നെ അടുത്തത് ഇറ്റ് ഇസ് എ സർവീസ് ഇൻഡസ്ട്രി. It mainly depends on the service of people. That is why it is called as a labor intensive industry. എന്താണ് labor intensive industry? അടുത്ത സ്ലൈഡ് നോക്കാം. ഇനി ഇതിൻ്റെ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ടൂറിസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് വൈ ആർ വി ഇൻ ഇന്ത്യ ഗിവിംഗ് സോ മച്ച് ഓഫ് ഇമ്പോർട്ടൻസ്, വി ഹാവ് എ മിനിസ്ട്രി, ഓക്കെ, പല കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പം നമ്മൾ ഇതിന് എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻവിസിബിൾ എക്സ്പോർട്ട്. നമ്മളൊരു സാധനം അയക്കുകയാണ്. അപ്പം നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പം ടീ കോഫി എന്ന് കൊടുക്കുക, യു ആർ എക്സ്പോർട്ടിങ് കാർട്ടൺസ് ഓഫ് ടീ ആൻഡ് കോഫി. So that is visible. But here in the case of tourism, it is invisible. What are we exporting? We are exporting a character. Indians people know the hospitality in the way. We have to be good to the tourist. Nehru in fact had said this point: receive a tourist, send back a friend. ഓക്കെ, അതായിരിക്കും നമുക്ക് നമ്മൾ ഒരു ടൂറിസ്റ്റിനെ സ്വാഗതം ചെയ്യുന്നു, തിരിച്ചയക്കുന്നത് ഒരു ഫ്രണ്ടിനെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? വി ആർ എക്സ്പോർട്ടിങ് ആ കൾച്ചറൽ എസെൻസ്. ഇപ്പോൾ താജ്മഹൽ എന്ന് പറയുന്ന സംഭവം കണ്ടുപോകുന്ന ഒരാൾ യു ഷുഡ് ഗോ ബാക്ക് ഇൻ സച്ച് എ വണ്ടർ എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റണം. അപ്പോൾ വി ആർ ഇൻ ഫാക്ട് എക്സ്പോർട്ടിങ് ദാറ്റ് ഗുഡ് വിൽ. ദാറ്റ് ഈസ് വെയർ വി നീഡ് ടു റിയലി തിങ്ക് അബൌട്ട് ആ മോട്ടോ. ദാറ്റ് ഈസ് സ്ഥിതി ഉപയോഗം. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മേജർ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണർ. എക്സ്പോർട്ട് ആകുന്നതിന് എക്കണോമിക്സ് നിങ്ങൾക്ക് അറിയെങ്കിൽ മനസ്സിലാവും. ഫോറിൻ എക്സ്ചേഞ്ച് ഡോളറിലൊക്കെയാണ് വെറുതെ എത്തുന്നത്. അപ്പോൾ നമുക്കൊരു ബാലൻസ് ഓഫ് ട്രേഡ് ഫേവറബിൾ ആക്കാൻ വെൻ എക്സ്പോർട്സ് ആർ മോർ ദാൻ ഇമ്പോർട്ട്സ്, balance of trade becomes favorable. And here you can see this particular industry helps actually to earn more foreign exchange for the host country. Host എന്ന് പറയുമ്പോൾ നമ്മളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ we are the guest to that particular area. നമ്മൾ അവിടെ ചെയ്യേണ്ട guests here when they come here. Okay. പിന്നെ നമുക്ക് ഓർക്കേണ്ടത് നോ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് റിക്വയർഡ്. ഇന്ത്യ പോലെ രാജ്യത്തിൽ വി ഡോണ്ട് ആക്ച്വലി നീഡ് ടു ഇൻവെസ്റ്റ് മച്ച്. കാരണം എന്താണ്? വി ഹാവ് ഓൾ ദ കൾച്ചറൽ എസൻസ് അറൗണ്ട് us. നമുക്ക് അതിനെ ഒന്നും ട്യൂൺ ഇൻ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കാരണം ദാറ്റ് ഈസ് ഹൗ ഇന്ത്യ വി ബീൻ ബ്ലെസ്ഡ് വിത്ത് ദ our culture, heritage and all the monuments which you can call as our essence. ഇനി പറയാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് എ ടൂറിസ്റ്റ്. ഹൂ ഈസ് എ ടൂറിസ്റ്റ്? അപ്പോൾ ഇതിന് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും. എ ഫോറിൻ ടൂറിസ്റ്റ് മസ്റ്റ് സ്പെൻഡ് എ മിനിമം ഓഫ് 24 hours and a maximum of 6 months in a country other than his own, living in hotels or commercial accommodations where he pays in his own currency. Okay? Minimum of 24, maximum of 6 months എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്ന വേറൊരു പോയിന്റ്, എ ഫോറിനർ ഹു കംസ് ആൻഡ് വർക്ക്സ് ഇൻ എ കൺട്രി ടു മേക്ക് എ ലിവിങ് ഓർ സ്റ്റഡി ഇൻ എ യൂണിവേഴ്സിറ്റി കനോട്ട് ബി കൗണ്ടഡ് ആസ് എ ടൂറിസ്റ്റ്. അപ്പം പുറമേ നിന്ന് നമ്മൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കുറേ ആൾക്കാർ പഠിക്കാൻ വരികയാണ്.
അവരവിടെ പഠിക്കുന്ന ഒരവസരത്തിൽ we can't call them a tourist. Somebody who is settled here, who makes a living here, he or she can't be called a tourist. എന്നുള്ളത് ഓർക്കണം. Okay. Who is a domestic tourist? Is the one who travels more than 50 kilometers away from home and spends at least a night in a hotel or some place where he has to pay. Please underline the word pay. That is pay ചെയ്യണം. എന്നാൽ മാത്രമേ ടൂറിസ്റ്റ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റൂ. ഇനി കുറച്ചുകൂടി ഡെഫിനിഷൻസ് ആണ് നമുക്കത് നോക്കാൻ ഉപയോഗിക്കാം. ഈ ഒരു ടൂറിസം എന്ന് പറയുന്നത് ആരാണ് എന്താണെന്നുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കുറച്ച് ഹിസ്റ്ററി അറിയുന്നവർക്കറിയാം. ദാറ്റ് ഈസ് 1936 ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ഒരു ബോഡിയാണ് ലീഗ് ഓഫ് നേഷൻസ്. അവർ ഡിഫൈൻ ചെയ്ത് സമ്മൺ ട്രാവലിംഗ് അബ്രോഡ് ഫോർ അറ്റ്ലീസ്റ്റ് 24 hours. പിന്നെ അതിനുശേഷം ലീഗ് ഓഫ് നേഷൻസ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇല്ലാണ്ടായി. പിന്നെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ളൊരു ബോഡിയാണ് യുണൈറ്റഡ് നേഷൻസ്. അവർ കൊണ്ടുവന്ന ഡെഫിനിഷൻ എന്താണ്? ഇൻക്ലൂഡിങ് എ മാക്സിമം സ്റ്റേ ഓഫ് 6 months. ചെറിയ ചെറിയ മാറ്റങ്ങളാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു മെത്തേഡ് കൊടുത്തു 1941 ഹൻസിക്കർ ആൻഡ് ക്രാഫ്റ്റ്. 2 ഓത്തേഴ്സിൻ്റെ പേരാണ് ഹൻസിക്കർ ആൻഡ് ക്രാഫ്റ്റ്. അവരുടെ ഡെഫിനിഷനാണ് the sum of the phenomena and relationships arising from the travel and stay of non-residents in so far as they do not lead to permanent residence and are not connected with any earning activity. അവരിവിടുത്തെ permanent residents ആണെങ്കിൽ you can't call them a tourist. If they are making a living here, you can't call them a tourist. പക്ഷെ എന്താണ്? സ്പെൻഡ് ചെയ്യണം. അവരുടെ കാശ് they have to spend here. Okay, only then you can put them under the category of a tourist. Okay. പിന്നെ വേറൊരു ഡെഫിനിഷനാണ് 1976. ദാറ്റ് ഈസ് ടൂറിസം സൊസൈറ്റി ഓഫ് ഇംഗ്ലണ്ട്. ചെറിയൊരു മാറ്റങ്ങളാണ്. ദാറ്റ് ഈസ് they work outside the normal place of living and it includes movements of all purposes എന്നാണ് അവർ പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് പിന്നെ എഡ്യൂക്കേഷൻ ഒന്നും അല്ല. പക്ഷേ ഇവർ പറയുന്ന ഡെഫിനേഷനിൽ മൂവ്മെൻറ്റ്സ് ഓഫ് ഓൾ പർപ്പസസ്. അവരതിനകത്ത് ഓരോ ആളുടെയും ഡെഫിനേഷനാണ് ഇത് വേരീസ്. പിന്നെ വേറൊരു 1981 ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സയൻറ്റിഫിക് എക്സ്പേർട്സ് അവർ പറയുന്നത് പെർട്ടിക്കുലർ ആക്ടിവിറ്റീസ് ചോസൺ ആൻഡ് അണ്ടർടേക്കൻ ഔട്ട്സൈഡ് ദ ഹോം എന്നുള്ളതാക്കിയിട്ട് അവരുടെ ഡെഫിനേഷൻ. അപ്പം ഇത് പറ്റുന്നതൊക്കെ പഠിക്കുക. ഓരോ അസോസിയേഷനും അതിൻ്റെ ഡെഫിനേഷൻ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. Okay. പിന്നെ 1992 again United Nations, you can see how they have made the 3 in fact they have categorized it this way in their recommendations on tourism. That is domestic tourism involving residents of the given country traveling only within the country. അപ്പം ഫോറിൻ ടൂറിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾ അമേരിക്കയിൽ പോകണമെങ്കിൽ ഇത് ഫോറിൻ ടൂറിസ്റ്റ്. ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ആയിരിക്കും ഞാൻ. If I want to see Puri Jagannath temple, then I mean domestic tourist, because I don't have to carry a visa or a passport. സുഖമായിട്ട് എനിക്ക് പോയിട്ട് വരാം എനിവേർ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷനാണ് ഡൊമസ്റ്റിക് ടൂറിസം എന്ന് പറയുന്നത്. ഇൻബൗണ്ട് ടൂറിസം ഇൻവോൾവിങ് നോൺ റെസിഡൻസ് ട്രാവലിംഗ് ഇൻ ദ ഗിവൺ കൺട്രി. ഔട്ട് ടൈപ്സ് ആണ്. ഔട്ട് ബൗണ്ട് ടെററിസം ഇൻവോൾവിങ് റെസിഡൻസ് ട്രാവലിംഗ് ഇൻ അനദർ കൺട്രി. വേറൊരു രാജ്യത്ത് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ റെസിഡൻസ് ട്രാവലിംഗ് ഇൻ അനദർ കൺട്രി, ദേ കെൻ ബി കോൾഡ് ആസ് ഔട്ട് ബൗണ്ട് ടൂറിസ്റ്റ്. അപ്പം ഇൻബൗണ്ട് ടൂറിസ്റ്റും ഉണ്ട്, ഔട്ട് ബൗണ്ട് ടൂറിസ്റ്റും ഉണ്ട്. ഡൊമസ്റ്റിക് ടൂറിസ്റ്റും നമ്മളുടെ യുണൈറ്റഡ് നേഷൻസ് പറയുന്നുണ്ട്. സോ ദീസ് ആർ ദ ഡെഫിനിഷൻസ്. അപ്പം ഇത് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. Now the main purpose of doing a PowerPoint is to in fact help you to go through the slides any number of times, because this is going to be uploaded. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ആണെങ്കിലും കാണാം. അപ്പം നമുക്ക് ശരിയായ ക്ലാസ്സും ഈ ക്ലാസ്സും തമ്മിൽ വ്യത്യാസം ശരിയായ ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗുണം നിങ്ങൾക്ക് വീണ്ടും സ്ലൈഡ് വീണ്ടും എത്ര വേണമെങ്കിലും കാണാം. ഐ കാൻ മേക്ക് ഇറ്റ് lengthier കാരണം ഇത് ഡിഫിക്കൽട്ട് ഫോർ യു ഡൗൺലോഡിങ്. പിന്നെ അത് ആവശ്യമില്ലല്ലോ, കാരണം ഇത് പിന്നെയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ക്ലിയർ ആവും. സോ ഇറ്റ് ബി ഓൾവേസ് ദെയർ. അപ്പോൾ ദിസ് ഈസ് ദ ഇൻട്രഡക്ഷൻ അബൌട്ട് ടൂറിസം. ഡെഫിനിഷൻസ്. യു ഹാവ് എനി ഡൗട്ട്സ്?
or in tourism, whatever you want to do. This is the introduction for tourism. I have here dealt actually the distinction between travel and tourism. after segment. I have given here the definition is tourism, origin of the word tourism. We asked domestic tourism, income tourism. We also discussed what the word holiday is. As Nehru said, receive a tourist, send back money. That should be the way we have more tourists coming to our country. So see you in the next class.